ഹലോ ആൻഡ് വെൽക്കം ടു ഓൾ ടീം ഫാബ്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം നമ്മൾ കോട്ടൺ മെറ്റീരിയൽസ് കാണാം. ഇന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ തന്നെ ഉള്ള മെറ്റീരിയൽസ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഹാൻഡ് ബ്ലോക്ക് ബാത്തിക് പ്രിന്റിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ബേബി പിങ്ക് തരാൻ. പെട്ടെന്നൊരു എന്തോ ഒരു ട്രെൻഡ് വന്ന പോലെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ബേബി പിങ്കിലാണ് ആൻഡ് നല്ല പ്യുവർ കോട്ടണിൽ ഹാൻഡ് ബ്ലോക്കിലാണ് വന്നിരിക്കുന്ന ബാത്തിക് പ്രിന്റ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് വൺ നമുക്ക് ഇത് എനിക്ക് തോന്നുന്നു ഇതാണ് നമുക്ക് ബോട്ടമായിട്ട് എടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഈ പ്രിന്റ് ബോട്ടമായിട്ട് എടുക്കാം. ആൻഡ് ഇത് രണ്ടും വേണമെങ്കിൽ നമുക്ക് ടോപ്പായിട്ട് എടുത്തിട്ട് വൈറ്റ് പാൻസ് ഇട്ട് കൊടുത്താലും വളരെ എലഗൻ്റ് ആയിരിക്കും കേട്ടോ. വൈറ്റ് പാൻസും വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാം. ഓക്കെ, പ്യുവർ കോട്ടണിലാണ് മെറ്റീരിയൽ. ഞാൻ പറഞ്ഞല്ലോ ഹാൻഡ് ബ്ലോക്കാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ട്രാൻസ്പെറൻ്റ് അല്ല മെറ്റീരിയൽ. എന്നാലും നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉടുപ്പാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ടോപ്പ് ചെയ്യുന്ന സമയത്ത് ബോഡി പാർട്ട് ഒരു ലൈനിങ് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 42+ ഇഞ്ചസ് തന്നെയാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2.5 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് കുർത്തി ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പാൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പാൻസും ഇത് ടോപ്പുമായിട്ട്. ഇതൊരു ലീഫി പ്രിൻ്റാണ്, ലീഫ പ്രിൻ്റ്. അപ്പോൾ ഇതേപോലെ വന്നിരിക്കുന്നു. നല്ല ബേബി പിങ്ക് ആണ് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഒരു 42+ തന്നെയുണ്ട് ഇഞ്ചസ് വിഡ്ത്ത്. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. എല്ലാം അറിയാം. യാ 43.5 വരുന്നുണ്ട് കേട്ടോ. 43.5 ഇഞ്ച് തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ വിഡ്ത്ത്. ഇതേപോലെ വന്നേക്കുന്നത്. ലൈനിങ് നിങ്ങൾക്ക് ആവശ്യമേ ഇല്ല, ആവശ്യമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. കട്ടിയുള്ള മെറ്റീരിയലാണ്, പക്ഷെ അതേസമയം തന്നെ വളരെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതിന് വന്നിരിക്കുന്നത് 195 ആണ് കേട്ടോ. 195 rupees per meter. അപ്പോൾ ഒത്തിരി പേരെന്നോട് ഹാൻഡ് ബ്ലോക്ക് അല്ല പിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിലർ ഹാൻഡ് ബ്ലോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹാൻഡ് ബ്ലോക്ക് നമ്മുടെ കയ്യിലുള്ളത് വൈറ്റ് ഷെയ്ഡുകൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി വരുന്ന സമയത്ത് ഞാൻ ഇടാവേ. അപ്പോൾ ഇത് തന്നെയാണ് ഫസ്റ്റ് പ്രിന്റ് കാണിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം കറക്റ്റ് കിട്ടും. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഫ്ലെക്സ് കോട്ടൺ നമ്മൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് കൊണ്ടുവരാം. നമ്മുടെ റസ്റ്റ് ബ്രൗൺ തീർന്നിട്ടുണ്ട്. ഞാൻ റീസ്റ്റോക്ക് നോക്കാം. കുറേ പേർക്ക് കിട്ടാത്തതുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ വൈറ്റ് എടുത്ത് വെച്ചിരിക്കും കേട്ടോ. നല്ല പ്യുവർ വൈറ്റിലാണ് വന്നിരിക്കുന്നത്. ഫ്ലക്സ് കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നത് 140 rupees 140 rupees. അപ്പോൾ ഇത് പാൻസും ഇത് ടോപ്പുമായിട്ട് നല്ല ഭംഗി. അപ്പോൾ വൈറ്റ് വേണമെങ്കിൽ നിങ്ങൾ വൈറ്റ് പാൻസ് ചോദിക്കുക. വേറെ ഏതെങ്കിലും വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ വെള്ള ടോപ്പ് ആൻഡ് ബോട്ടം ഒരേപോലെ വേണമെങ്കിൽ നമുക്ക് ഫ്ലെക്സ് കോട്ടൺ കൂടെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് പാൻസും ഇത് ടോപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റേറ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. 195 ആണ് ബാത്തിക് പ്രിന്റിൽ പിങ്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ചോദിക്കുക. നമുക്ക് 20 meters ആണ്. ഹാൻഡ് ബ്ലോക്ക് വരുമ്പോൾ എപ്പോഴും 20 meters ആയിരിക്കും വരുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. ഇത് വൈറ്റ് നിങ്ങൾ കണ്ടല്ലോ. ഫ്ലക്സ് കോട്ടണിൽ ഇത് കുറച്ച് ഹെവിയാണ് മെറ്റീരിയൽ. ഇതുപോലെ വന്നിരിക്കുന്നു. 42+ ഇഞ്ചസ് ആണ്. അപ്പം ഇതെടുത്തവരെല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് അതുപോലെ എനിക്ക് പണ്ടൊരു വൈറ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ല കോട്ടൺ ആയത്. അതുപോലെ തന്നെ നമുക്ക് ലൈനിങ് ആവശ്യം, പക്ഷെ വെള്ള ആയതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ ബോഡി പാർട്ടിലൊരു ലൈനിങ് കൊടുത്തോ ടോപ്പ് ചെയ്യുന്ന സമയത്ത്. അല്ലാതെ നമുക്ക് ആവശ്യമില്ല. പാൻസിനും ഒക്കെ എടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. സോ ദിസ് ഇസ് 140 rupees per meter. 140 രൂപയാണ് വൈറ്റ് ഫ്ലാക്സ് കോട്ടൺ വന്നിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇക്കത്ത് റേറ്റ്. ഇത് ഒരു ശരിക്കുള്ള ഇക്കത്ത് കേട്ടോ. നമ്മൾക്ക് ഇക്കത്ത് പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ബ്ലാക്ക് യെല്ലോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കുള്ള ഇക്കത്ത് എടുത്തിട്ടുണ്ട്. ഇത് ഓറഞ്ച് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ്, പക്ഷെ ഓറഞ്ചിൽ നല്ല പ്രിന്റുകളൊന്നും എനിക്ക് അങ്ങനെ കിട്ടാറില്ല. അപ്പം ഞാൻ ഇക്കത്ത് ഓറഞ്ചിൽ കണ്ടപ്പോൾ ഞാനിത് ഇങ്ങോട്ട് എടുത്തു. നല്ല ഭംഗിയുണ്ട്. എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളറാണ് ഓറഞ്ച് അല്ലേ. നമുക്ക് വൈറ്റ് പാൻസിൻ്റെ കൂടെ ഇടാം, ബ്ലാക്കിൻ്റെ കൂടെ ഇടാം, ജീൻസിൻ്റെ കൂടെ ഇടാം. ഓറഞ്ച് നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാത്തിൻ്റെ കൂടെ. ഈവൻ ഗ്രീൻ നന്നായിട്ട് പോകും. അത് നിങ്ങൾ നോക്കിയിട്ടെടുക്കുക. ഇതിൽ ഒരു വൈറ്റ് പോലെ ആട്ടോ അതിൻ്റെ ഇക്കത്ത് പ്രിന്റ് വന്നേക്കുന്നത്. ശരിക്കുള്ള ഇക്കത്താണ് ഇത് വന്നേക്കുന്നത്. ഇതിൻ്റെയും വിഡ്ത്ത് എഴുതി വെച്ചിട്ടില്ല. സാധാരണ ഇവർ എഴുതി വെക്കാറുണ്ട്. ഇതിൻ്റെ വന്നിരിക്കുന്ന 44 ഇഞ്ചസ് ഉണ്ട് കേട്ടോ. 44 ഇഞ്ച് തന്നെ വിഡ്ത്ത് വന്നിട്ടുണ്ട് ഇക്കത്തിൽ. അപ്പോൾ ഇതുപോലെ വന്നിരിക്കുന്നു. ഇത് ഈ പറഞ്ഞ പോലെ ലൈനിങ് നിങ്ങൾക്ക് ആവശ്യമില്ല, ആവശ്യമെങ്കിൽ മാത്രം ലൈനിങ് വെച്ച് ചെയ്താൽ മതി. 160 rupees ആണ്. 160 rupees per meter. അപ്പം ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള ഇക്കത്താണിത്. ഇക്കത്ത് പ്രിന്റ് അല്ല, ഇക്കത്ത് മെറ്റീരിയൽ. ഇത് നിങ്ങൾക്ക്
ഞാൻ അതിലൊരു ഫ്ലക്സ് കോട്ടൺ കാണിച്ചു തരാം. ഇത് നല്ല ഓറഞ്ചിൽ വന്നിരിക്കുന്ന ഫ്ലക്സ് കോട്ടൺ ആണ്. സെറ്റ് വൈസ് ഇടുന്നവർക്ക് ഇടാം. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഴയ പോലെ പട്ടിയാല പാൻസ് ഒന്നും അല്ലല്ലോ ഇടുന്നത്, ഷോർട്ട് പാൻസ് അല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഇതിൽ തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് പാൻസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു പീസ് എന്തെങ്കിലും അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നല്ലൊരു കോമ്പിനേഷനാണ്. ഈവൻ ടോപ്പ് ആൻഡ് ബോട്ടം ഒരേപോലെ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പോക്കറ്റിൻ്റെ സൈഡിൽ ഈ കത്ത് പ്രിന്റ് കൊടുത്ത് അതുപോലെ കൈയുടെ അറ്റത്തും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം, പ്ലെയിൻ ചെയ്യുന്നവർക്ക് കേട്ടോ. അപ്പം നമുക്കിതൊരു 1/2 മീറ്റർ മുതൽ കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വേണമെങ്കിലും 1/2 മീറ്റർ കട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫ്ലക്സ് കോട്ടൺ നിങ്ങൾക്കറിയാം 140 റുപ്പീസാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത്. ആൻഡ് ഇക്കത്ത് വന്നിരിക്കുന്നത് 160 റുപ്പീസാണ്. നല്ല ഭംഗിയാട്ടോ. അത് ശരിക്കും നമ്മൾ പഴയ പോലെ പാട്ടിയാലൊന്നും അല്ലല്ലോ, വലിയ ലൂസ് പാൻ്റ് ഒന്നും അല്ലല്ലോ, പാരൽ പാൻസ് ആയതുകൊണ്ട് ഓറഞ്ച് തന്നെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഈവൻ വൈറ്റ് പാൻസ് വിൽ ഗോ, ഈവൻ ബ്ലൂ, ഏത് വേണേലും ഇടാം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഇക്കത്ത് പ്രിന്റ് 160ലാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഒരു എംബ്രോയിഡറി വർക്ക് വന്ന മെറ്റീരിയൽ ഞാൻ കാണിക്കാം. ഇത് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. നല്ല ഡാർക്ക് റെഡായത്. ഇത് ആർക്കെങ്കിലും ബ്ലൗസിനൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇത് ആക്ച്വലി അവരുടെ അടുത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞങ്ങൾ ഉള്ള മെറ്റീരിയൽ ഇങ്ങോട്ട് എടുത്തു. ഇത് ആക്ച്വലി നമ്മുടെ അടുത്ത് 8 മീറ്റേഴ്സേ ഉള്ളൂ കേട്ടോ, 8 മീറ്റേഴ്സേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് 1/2 മീറ്റർ മുതൽ നമുക്ക് തരാം. 8 വരെ എഴുതിയേക്കുന്നത് 8 മീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ 1/2 മീറ്റർ മുതൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്ലെയിൻ ബ്ലൗസ് അടിക്കുവാണെങ്കിൽ കയ്യിൽ മാത്രം കൊടുക്കുന്ന ഓർക്കുന്നുണ്ടോ, കൈക്ക് മാത്രം സ്ലീവ്സിന് മാത്രം ഇത് കൊടുത്തിട്ട് ചെയ്യാവുന്ന പോലെ, ആൻഡ് ഓർ ഫുൾ ബ്ലൗസ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ സ്ലീവ്സിന് മാത്രം കൊടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പടി മാത്രം വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ എന്തെങ്കിലും വർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു 1/2 മീറ്റർ മുതൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബ്ലൗസിന് ഏകദേശം ഇത് പിന്നെ ശരിക്കും നല്ല റെഡാണ്, പക്ഷെ ക്യാമറയിൽ കൂടെ ലൈറ്റ് ഒരു ഓറഞ്ച് ആയിട്ടാണ് തോന്നുന്നല്ലേ കാണുന്നത്. ചെറിയൊരു കളർ ഷെയ്ഡ്, ശരിക്കും നല്ല റെഡാണ്. അതിൽ ബ്ലൂ, വയലറ്റ്, യെല്ലോ, അതുപോലെ ചെറിയ ഇതുപോലെ കണ്ടോ. ഒറിജിനൽ ഗ്ലാസ് അല്ല ഇത്, അല്ല ഒറിജിനൽ ഗ്ലാസ് അല്ല, ഗ്ലാസ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്, എംബ്രോയിഡറി ചെയ്തേക്കും കേട്ടോ. അപ്പോൾ പ്ലെയിൻ സാരിയുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മൊത്തം ഇത് കൊടുക്കാതെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസിന് കൈക്ക് കൊടുക്കുക, ഈവൻ റെഡിന് തന്നെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. സോ ഇത് 150 റുപ്പീസ്, 150 റുപ്പീസിലാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത്. 1/2 മീറ്റർ മുതൽ നമുക്ക് കട്ട് ചെയ്ത് തരാം കേട്ടോ ആ പ്രോഡക്റ്റ്. ഇനി ഞാൻ എംബ്രോയിഡറി തന്നെ ഒരു സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഗ്രേയിൽ. ഞാനപ്പോൾ ഒത്തിരി രസം തോന്നി, അവർ ഡോളിനെ വെച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര രസം തോന്നി കണ്ടപ്പോൾ. അപ്പോൾ എംബ്രോയിഡറി ഇതിലാണ് ചെയ്തേക്കുന്നത്. ഇതൊരു ഗ്രേ ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ, ഗ്രേയിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ നല്ല വശം ഇവിടെ പോയി. ഓക്കെ, ഇതേപോലെ നല്ല കോട്ടണിലാണ് വന്നേക്കുന്നത്, ക്യാമ്പ്രിക് കോട്ടണിലാണ് ചെയ്തേക്കുന്നത്. ഇതേപോലെ എംബ്രോയിഡറി വർക്ക്. ഇതിൽ ചിലതിൽ ഗ്ലാസ് ഉണ്ട്, അല്ല ഇത് ഗ്ലാസ് ചെയ്തിട്ടില്ല ഇവർ. ഞാൻ മറ്റേ സൈഡാണ് കാണിക്കുന്നത്. ഓക്കെ, 1 സെക്കൻഡ്. ഇതാ ഈ സൈഡാണ്. ഇതേപോലെ വെച്ചിട്ട് ചെയ്തേക്കുക കേട്ടോ. ആ ഗ്ലാസ്, ഇത് ഗ്ലാസ് അല്ല കേട്ടോ, ഒറിജിനൽ ഗ്ലാസ് അല്ല. ചിലത് നമുക്ക് ഒറിജിനൽ ഗ്ലാസ് വരും, ഇത് ഒറിജിനൽ ഗ്ലാസ് അല്ല. എന്നിട്ട് അതിൽ വെച്ചിട്ട് ത്രെഡിൻ്റെ എംബ്രോയിഡറി ചെയ്തിരിക്കുകയാണ്. ഇത് ഏകദേശം മെഷർ വരുന്നത്, നമുക്കത് വിത്ത് ഇപ്രാവശ്യം ഒന്നും അവർ ചെയ്ത് വെച്ചില്ല, പ്രൊഡക്റ്റ് വന്നത്. ഇതിൻ്റെ മെഷർ വരുന്നത് നമുക്ക് 40 പ്ലസ് വരുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് 2.5 മീറ്ററോളം മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നുണ്ടാകുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ 40 ഇഞ്ചസ് നമുക്ക് വിട്ട് വരുന്നുണ്ട്. ഗ്രേയിൽ വന്നേക്കുന്നു, അതാകെ കുളവാക്കി ഞാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രേയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 150 റുപ്പീസ് ആയിരുന്നു കേട്ടോ. ഗ്രേയുടെ റേറ്റ് വന്നത് 150 റുപ്പീസിലാണ് വന്നത്. ഇനി അതിന് മാച്ചിങ് ആയിട്ട് പ്ലെയിൻ ക്യാമ്പ്രിക്കും കൂടെ നമ്മൾ എടുത്തുകൊണ്ട് അത് സെറ്റായിട്ട് ഞങ്ങൾ ഇങ്ങനെ എടുക്കുക ചെയ്തേ. അപ്പോൾ പ്ലെയിൻ ക്യാമ്പ്രിക് വന്നത് ഇതിന് 110 റുപ്പീസ് കേട്ടോ. ഇത് ക്യാമ്പ്രിക് കോട്ടൺ ആണ്, നമുക്ക് പാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഈവൻ ടോപ്പ് ആൻഡ് ബോട്ടം ഇതുപോലെ ചെയ്തിട്ട് പീസസ് എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് എനിക്ക് നല്ലൊരു ഭംഗി തോന്നി, നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. സോ ഇത് റഫായിട്ട് വാഷ് ചെയ്യരുത്, തിരിച്ചിട്ടിട്ട് ഹാൻഡ് വാഷിൽ പോവാം കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ മെറ്റീരിയലിനും കളർ കാർഡ് മസ്റ്റാണ്, കാരണം നമ്മളിതെല്ലാം പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു കളർ കാർഡ് യൂസ് ചെയ്യണം. എൻ്റെ അടുത്ത് ചിലർ പറയാറുണ്ട് ഞങ്ങളൊരു പ്രാവശ്യമല്ല, ഇടയ്ക്ക് വാഷ് ചെയ്യുന്നതിന് മുമ്പ് കളർ കാർഡ്, വെള്ളത്തിൽ അലക്കുന്നതിന് മുമ്പ് കളർ കാർഡ് വീണ്ടും ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കുന്നു അതനുസരിച്ചിട്ട് കോട്ടൺ നിൽക്കും, അത് എപ്പോഴും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ
130 വന്നിരിക്കുന്ന ഒരു സെറ്റാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ വൺ, നേവി ബ്ലൂ ആൻഡ് ചിക്കു ആൻഡ് ഒരു റെഡിന്റെ കോമ്പിനേഷൻ. ഇത് ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ നമ്മുടെ ഡിസ്ചാർജ് പ്രിന്റ് ഇല്ലേ, അതുപോലത്തെ ഒരു സ്മൂത്ത് ഫാബാണ് വന്നിരിക്കുന്നത്. 130 ഇത് വന്നിരിക്കുന്നത് കേട്ടോ. 130 റുപ്പീസിലാണ് വന്നിരിക്കുന്നത്. ഇത് ടോപ്പ് ആൻഡ് ബോട്ടം കോൺസെപ്റ്റിലാണ്. എനിക്കിത് കാണുമ്പോൾ എന്താ അറിയില്ല, സ്കൂൾ തുറന്ന പോലത്തെ ഒരു പ്രതീതി. സോ ഒരു വളരെ ഒരു സിൽക്കി, സ്മൂത്ത് സിൽക്കി ഫിനിഷ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഡിസ്ചാർജ് പ്രിന്റിന്റെ ആ ഒരു മോഡൽ, വളരെ സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു ഫാബ്, പ്യുവർ കോട്ടൺ. ഇതിന് നിങ്ങൾക്ക് ലൈനിങ് ആവശ്യമില്ല. ഇത് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് വന്നേക്കുന്നത്. കാരണം അത് നമുക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവരതിൽ ഇന്ത്യ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒട്ടും ലൈനിങ് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റാണ്. ബോഡി പാർട്ടിന് ലൈനിങ് വെക്കണമെന്നില്ല, പക്ഷേ ആ പെർഫെക്ഷൻ സ്റ്റിച്ചിങ് ശരിക്കും നിൽക്കാൻ വേണ്ടി ലൈനിങ് വെച്ച് ചെയ്താൽ മതി. അല്ലാതെ ട്രാൻസ്പെറൻറ്റേ അല്ല കേട്ടോ. നല്ല ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത് നമുക്കൊരു ടോപ്പ് ആൻഡ് ബോട്ടം കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. 130 റുപ്പീസാണ് വന്നിരിക്കുന്നത്. തുറന്ന് മെറ്റീരിയൽ കണ്ടില്ലേ, ഇതാ ഇതും ഏകദേശം 40+ ഇഞ്ചസ് തന്നെ. നിങ്ങൾക്ക് 2.5 മീറ്റർ ധാരാളം മതിയാവും. നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ. ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്താൽ മിക്സ് ആൻഡ് മാച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ചെറിയ ഫ്ലോറിൽ, ഇതാ ചെറിയ ഫ്ലോറിൽ കാണുന്നുണ്ടോ ഈ ബ്ലൂ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ അടുത്ത് ഫ്ലെക്സ് കോട്ടണിൽ, എൻ്റെ അമ്മ അതൊന്ന് പിടിക്കുമോ എനിക്ക് തന്നെ വയ്യ. ഇതാ ഫ്ലെക്സ് കോട്ടണിൽ നേവി ബ്ലൂ കളറുണ്ട്. നേവി ബ്ലൂ അധികം പേർക്കും നമ്മുടെ കയ്യിൽ എപ്പോഴും വേണ്ട ഒരു ഷെയ്ഡാണ് അല്ലേ, ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ് അങ്ങനത്തെ ഒക്കെ. അപ്പോൾ നേവി ബ്ലൂ ഫ്ലെക്സ് കോട്ടൺ ടോപ്പ് ആൻഡ് ബോട്ടം നിങ്ങൾക്ക് ഒരുപോലെ ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ വരുന്ന മെറ്റീരിയൽസിന് പാൻസ് ആയിട്ട് വേണമെങ്കിൽ അത് ചെയ്യാം കേട്ടോ. ഇത് പാൻസ് ആയിട്ടും ഇത് ടോപ്പായിട്ടും വേണമെങ്കിൽ ചെയ്തെടുക്കാം. തിരിച്ച് ഇത് പാൻസ് ആയിട്ട് ഇത് ടോപ്പായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ വലിയ പ്രിന്റിൻ്റെ കൂടെ, ഇത് ഒത്തിരി വലുതല്ല കേട്ടോ, സാധാരണ വരുന്നത്രയും വലിയ, ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് നേവി ബ്ലൂ പാൻസ് ഞാൻ കാണിക്കുകയാണ്. ഇനി അത് മാത്രം മതിയെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 130 റുപ്പീസാണ് കോട്ടൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ആൻഡ് പ്ലെയിൻ്റെ വന്നിരിക്കുന്നത് 140 ആണ് ഫ്ലാക്സ് കോട്ടൺ കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് 42+ ആണ് ഇഞ്ചസ് വന്നിരിക്കുന്നത്. നല്ല ഹെവി ആയി ഫ്ലാക്സ് കോട്ടൺ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് നമുക്ക് ലൈനിങ് ആവശ്യമില്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഡിഫറെൻറ്റ് റേറ്റിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് വന്നിരിക്കുന്നു. ആൻഡ് നൗ നമ്മൾ 120 വരുന്ന മെറ്റീരിയൽസ് കാണിക്കുന്നത്. 120 ആണ് ഇനി അങ്ങോട്ട് കാണിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം 120 ഇത് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് മൗ ഷെയ്ഡ് അല്ലേ, നമ്മുടെ തീപ്പെട്ടിയുടെ സൈഡ് ഉണ്ടാകുന്ന കളറല്ലേ, മാച്ച് ബോക്സിൻ്റെ ആ ഒരു കളർ അല്ലേ. അപ്പോൾ അത് ആ ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ആൻഡ് വൈറ്റ് ആണ്, ഫ്ലവർ വന്നിരിക്കുന്നത് വൈറ്റ് ആണ്. കോഡ് സെറ്റിന് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് സാധാരണ കോട്ടൺ ഡിസ്ചാർജ് പ്രിന്റ് അല്ല. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 120 കേട്ടോ. 120 റുപ്പീസിലാണ് വന്നിരിക്കുന്നത്. കാംബ്രിക് കോട്ടണിലാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഡാർക്ക് ഷെയ്ഡ്സ് എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യണം. മൈൽഡ് ഡിറ്റർജൻറ്റ് മാത്രമേ യൂസ് ചെയ്യാനും പാടുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഉൾവശം, ഇതിൻ്റെ നല്ല വശം. ഓക്കെ, സോ 120 ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് കേട്ടോ. 120 റുപ്പീസ് പെർ മീറ്റർ. ഇനി നമുക്ക് അതിൽ തന്നെ ഒരു മസ്റ്റാർഡ് യെല്ലോ വന്നിട്ടുണ്ട്. മസ്റ്റാർഡ് യെല്ലോ വൈറ്റ്, നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ കളറ് ആണ് മസ്റ്റാർഡ് യെല്ലോ ആൻഡ് വൈറ്റ്. ഓക്കെ, ഇതേപോലെയാണ് പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കോഡ് സെറ്റിന് നല്ലൊരു ഈവൻ നമുക്ക് നൈറ്റ് ചെയ്യാം, ഷോർട്ട് ടോപ്സ് ചെയ്യാം, ഫ്രോക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. 1 ലെയർ നമുക്ക് നോക്കാം. ഇതാ ഇതേപോലെ. ഇത് മറ്റേ കാംബ്രിക് കോട്ടൻ്റെ അല്ല, എന്താ പറയുക, ഡിസ്ചാർജ് പ്രിന്റിൻ്റെ അത്ര സ്മൂത്ത് അല്ല. നമ്മുടെ കാംബ്രിക് കോട്ടൺ അല്ലേ നിങ്ങൾ സാധാരണ എടുക്കുന്നത്, അതാണ് കേട്ടോ. മറ്റേ സ്മൂത്ത് ആൻഡ് ഫ്ലോയി അല്ല, പക്ഷെ വളരെ കട്ടി, എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് അല്ല, ആവശ്യത്തിന് കട്ടിയുള്ള മെറ്റീരിയലാണ്. മറ്റേത് കുറച്ചും കൂടെ ഒരു ഫ്ലോയി ആണ്. ഇത് നമ്മുടെ കാംബ്രിക് കോട്ടൺ സാധാരണ വരുന്ന കാംബ്രിക് കോട്ടൻ്റെ ആ ഇത് 120 റുപ്പീസ് പെർ മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് 120 അത് 202 പീസ് കാണിച്ചു. 120 നമുക്ക് ഇതാ ഇതേപോലെ ഡെയിലി വെയറിന് പറ്റിയ കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഒരു സെക്കൻഡ്, മറ്റേ ഇത് 110 കേട്ടോ. 110 സോറി, ഇത് 110 വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ കാണിച്ചത് രണ്ടും 120 ആണ്. ഇത് 110 വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് പാൻസിൻ്റെ ഒരിങ്ങനെ ഒരു ലഹരിയ പോകുന്ന പോലെ ഒരു സ്ലാൻറ്റിങ് ആയിട്ടുള്ള സ്ട്രൈപ്സും അതുപോലെ ഡോട്ട്സും പോലെ പോകുന്നു കേട്ടോ. അപ്പം ഇതാണ് നമുക്ക് പാൻസിന് വന്നിരിക്കുന്നത്. 110 ആണേ, മാറിപ്പോണ്ട. 110 റുപ്പീസ് പെർ മീറ്റർ. ആൻഡ് ഇത് അതിന് ടോപ്പായിട്ട് വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക്
നൈറ്റ് ചെയ്യാനും ഒക്കെ നല്ല മെറ്റീരിയലാണ്. 110 rupees/meter. അപ്പോൾ ഇത് 110, ദിസ് ഓൾസോ 110. ഇത് പാൻസ്, ഇത് ടോപ്പായിട്ട് വന്നിരിക്കുന്ന ഒരു പേർപ്പിൾ കളർ അല്ലേ, പേർപ്പിൾ ഓർ ഡാർക്ക് ലാവൻഡർ വയലറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ 110 rupees/meter. ദിസ് വൺ ഓൾസോ 110. അപ്പോൾ ഒരെണ്ണം മാത്രമാണ് 110 വന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഇത് 120 വന്നിരിക്കുന്നത്. 120 120 rupees/meter. ഇത് വന്നിരിക്കുന്നത് ഒരു പിസ്ത ഗ്രീൻ അല്ലേ, ഒരു പിസ്ത ഗ്രീനിൽ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് നല്ല രസമുള്ളൊരു പ്രിന്റ്, എനിക്ക് നെൽക്കതിരൊക്കെ പോലെ തോന്നുക. ഓക്കെ, ഇതെനിക്കൊന്ന് 44 inches തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. നിങ്ങൾക്ക് ലൈനിങ് ആവശ്യമില്ല, ആവശ്യമെങ്കിൽ മാത്രം ലൈനിങ് വെച്ചാൽ മതി. നൈറ്റ് ചെയ്യാം, മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്യാം. നല്ല മെറ്റീരിയലാണ്, നല്ല കോട്ടണിൽ വന്നിരിക്കുന്നത്, കാംബ്രിക് കോട്ടൺ. ആൻഡ് ഇത് അതിൻ്റെ ടോപ്പായിട്ട് വന്നിരിക്കും. ഓക്കെ, പക്ഷെ ഇത് കാംബ്രിക് കോട്ടൺ എന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നത് ജയ്പൂർ കോട്ടൻ്റെ ഒക്കെ ഒത്തിരി കട്ടി വരുന്നുണ്ട്, കുറച്ചുകൂടെ കട്ടി കൂടുതലുണ്ട്. കാംബ്രിക് എന്നാണ് അവർ ലിസ്റ്റ് ചെയ്തേക്കുന്നത്, പക്ഷേ എനിക്ക് തോന്നുന്നത് ജയ്പൂർ കോട്ടൻ്റെ ആ ഒരു തിക്നെസ് തോന്നുന്നുണ്ട്. കാംബ്രിക് കോട്ടൺ ഇത്രയും കട്ടി ഉണ്ടാവില്ല. ഓക്കെ, സോ ദിസ് ഇസ് 120 rupees, 120 rupees/meter. ടോപ്പ് ആൻഡ് ബോട്ടം കോൺസെപ്റ്റിൽ വന്നിരിക്കുന്നു. ഒരു പിസ്ത ഗ്രീൻ വിത്ത് വൈറ്റ് കോമ്പിനേഷൻസ്, ബ്യൂട്ടിഫുൾ വൺ. നല്ല ചൂട്, നിങ്ങൾക്ക് ഫാൻ ഇടാൻ പറ്റില്ല, ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കില്ല, അപ്പം ഇങ്ങനെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതുകൊണ്ട് ലെറ്റ് ഇറ്റ് ബി ദ. നെക്സ്റ്റ് വൺ നമ്മൾ കാണിക്കുന്നത് വളരെ ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ്. ഇത് നമ്മൾ പ്രോസിയോൺ കോട്ടൺ എന്നാണ് പറയുക കേട്ടോ. പ്രോസിയോൺ ആണ് അതിൻ്റെ കറക്റ്റ്. ഓക്കെ, ഇത് നമ്മൾ കോട്ടൺ ഫൈബറിലേക്ക് ഡയറക്റ്റായിട്ട് പ്രോസിയോൺ ടൈപ്പ് ഡൈ ചെയ്യുന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, മറ്റ് എന്താ പറയുക കോട്ടൺ പോലെ ഫെയ്ഡ് ആകാൻ ചാൻസ് കുറവാണ്. എന്നാലും നമ്മളൊരു കളർ കാർഡ് യൂസ് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ഫിനിഷിങ് വന്നിരിക്കുന്നത് നമുക്കൊരു സിൽക്കി ഫിനിഷ് ഫീലിംഗ് ആട്ടോ വന്നിരിക്കുന്നത്. പ്രോസിയോൺ കോട്ടൺ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, അറിയാൻ പറ്റും. അപ്പോൾ ഒരു സിൽക്കി ഫിനിഷാണ്. ശരിക്കും നമുക്ക് തോന്നും ഇതൊരു സിൽക്ക് മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന പോലെ ആണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. വളരെ നല്ല ഫാബാണേ. അതേസമയം ധൈര്യമായിട്ട് പറയാം, ധൈര്യമായിട്ട് ഞാൻ പറയുകയാണ് ഇത് കോട്ടൺ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ കളർ അല്ലെങ്കിൽ ഡൈ ചെയ്യുന്നത്, പ്രിന്റ് കൊടുക്കുന്നതാണ്. സോ ദിസ് ഇസ് കോൾഡ് പ്രോസിയോൺ കോട്ടൺ. അപ്പം ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവരെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിൻ്റെ ടൈപ്പ് ഓഫ് കളറിങ് അല്ലെങ്കിൽ ഡൈ കൊടുക്കുന്ന ആ ഒരു മെത്തേഡാണ്. അപ്പം നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സിൽക്ക് ഫിനിഷാണ്. ലൈനിങ് നമുക്ക് ആവശ്യമില്ല, ആവശ്യമെങ്കിൽ മാത്രം ലൈനിങ് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനത്തെ നമുക്കൊരു അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ അങ്ങനെ ഷൈനിങ് എഫക്റ്റ് തോന്നുന്നില്ല, ബട്ട് സ്റ്റിൽ അതൊരു ഭയങ്കര എലഗൻ്റ് ആൻഡ് ഒരു റിച്ച് ലുക്ക് നമുക്ക് തോന്നുന്നുണ്ട്. ആൻഡ് സ്പെഷ്യലി അതിൻ്റെ കളർ കോമ്പിനേഷൻ ഇസ് മസ്റ്റാർഡ് ആൻഡ് ദാറ്റ് ഒരു ക്രീമി ആ ഷെയ്ഡാണ് വന്നേക്കുന്നത് കേട്ടോ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വൺ. അപ്പോൾ അതിന് പാൻസ് ആയിട്ട് വന്നേക്കുന്നത് ഇതും അതേപോലെ തന്നെയുള്ള എന്തായിരുന്നു പേര്, പ്രോഷിയോൺ പ്രിൻറ്റ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ചെറിയ പ്രിൻറ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തു നോക്കുക കേട്ടോ. മസ്റ്റ് ട്രൈ എന്ന് പറയും, ജസ്റ്റ് ബിക്കോസ് ഓഫ് ഇറ്റ് ക്വാളിറ്റി ആൻഡ് അതിൻ്റെ നല്ല സ്മൂത്ത് ഫാബ്, വളരെ സ്മൂത്ത് ഫാബാണ്. ഇത് നമുക്ക് 28.50 അത്രയും മെറ്റീരിയൽ വന്നിട്ടുള്ളൂ, നമുക്ക് അത്ര കിട്ടിയുള്ളൂ. പക്ഷേ ഇത് നമുക്ക് മസ്റ്റാർഡ് തന്നെ ദുപ്പട്ട ഇടാം, അല്ലെങ്കിൽ ഈ ഓഫ് വൈറ്റ് ദുപ്പട്ട ഇടാം, അങ്ങനെ ഷിഫോണിൻ്റെയോ അങ്ങനെ ഇട്ടാൽ മതി. ജസ്റ്റ് ഒരു പേരിന് അത്രയും ഭംഗിയായിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ഒരേപോലെ ചെയ്തിരിക്കാം. ഈവൻ കോട്ട് സെറ്റിനും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത് വലിയ പ്രിൻ്റ് കൊണ്ട് ചെയ്താലും ചെറിയ പ്രിൻറ്റും ഭംഗിയായിരിക്കും. ടോപ്പ് ആൻഡ് ബോട്ടം ഒരേപോലെ ചെയ്തിടാനും സൂപ്പറായിരിക്കും കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 150 rupees ആണ്. ഓൾമോസ്റ്റ് 42 inches തന്നെയാണ് വിടുത്ത്. ഒരു 2.5 meter പ്ലസ് 2 ഉണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റിച്ച് ഓർ പെയർ, ഒരു സെറ്റ്. അപ്പോൾ 150 rupees/meter. അപ്പോൾ കളർ ഗാർഡ് വേണ്ട, അവർ പറയുന്നത് കളർ ലീക്കേജ് ഉണ്ടാവില്ല, മറ്റ് കോട്ടനെ അപേക്ഷിച്ച് ഇതിന് കളർ ഫെയ്ഡ് ആവാൻ ചാൻസ് കുറവാണെന്ന് പറയുന്നു. എങ്കിൽ പോലും നമ്മളൊരു കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് കാണാം. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു ഗ്രേ ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷൻ ആൻഡ് ഒരു ലൈറ്റ് യെല്ലോയും കൂടെ പോകുന്നുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വൺ. നമ്മൾ കണ്ടത് ഇതിൻ്റെ ഗ്രീനിൻ്റെ അതേ കളർ കളർ ചേഞ്ച് ആണ്, സെയിം പാറ്റേണിൽ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നല്ല കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നല്ല 44 inches തന്നെ ഇതിന് വിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 meter ധാരാളം മതിയാവും കേട്ടോ. പാൻസിന് എപ്പോഴും ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക പാൻസ് കേട്ടോ. അപ്പോൾ ഗ്രേ കളറിലാണ് വന്നിരിക്കുന്നത്, ഗ്രേ ആൻഡ് ഒരു യെല്ലോ ഷെയ്ഡ്, വൈറ്റ് ഓഫ് കോഴ്സ്. അത് നമുക്ക് പാൻസ് ആയിട്ട് വന്നിരിക്കുന്നു. ആൻഡ് അതിൻ്റെ കൂടെ ദുപ്പട്ട ടോപ്പായിട്ട് വന്നിട്ടുള്ളത് ഇതേപോലെ ഗ്രേ ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷൻ വിത്ത് ഒരു യെല്ലോ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് അതിൽ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത്. 120 rupees/meter. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള
മെറ്റീരിയലും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും. നിങ്ങളുടെ കമൻറ്റ്സ് ഒന്ന് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ളവരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.